അപ്പോൾ കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെ ഇതുപോലുള്ള മേളകൾ വളരെ സഹായകരമാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളിലെ ശാസ്ത്രാഭിരുചികൾ വളർത്തുന്നതിനായി ജില്ലയിൽ സബ് ജില്ലാ ശാസ്ത്രമേളകൾക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ശാസ്ത്രമേളകൾ നടക്കുന്നത്. മങ്കട, പെരിന്തൽമണ്ണ സബ് ജില്ലകളിൽ നടക്കുന്ന ശാസ്ത്രോത്സവങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ബലൂൺ കുഴൽക്കിണർ, വിഷ് ഹാൻഡ്, ഇങ്ങനെ നീണ്ടുപോകുന്നു കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ. 3 ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ സബ് ജില്ലകളിലായി നടക്കുന്ന ശാസ്ത്രമേളകളിൽ വളരെ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയുമാണ് ഓരോ വിദ്യാർത്ഥികളും മാറ്റുരയ്ക്കുന്നത്. ഇത് മാത്സ് വർക്കിംഗ് മോഡലാണ്. പൈതഗോറസ് തിയറാണ് സംഭവം. AC² = AB² + BC² ആണ് പൈതഗോറസ് തിയറത്തിൻ്റെ ഒരു മെത്തേഡാണിത്. പിന്നെ ഈ 2 ഭാഗവും ഫുള്ള് വെച്ചാൽ ഇത് ഫില്ലാവും. ഈ വർഷത്തെ മങ്കട ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ചത് അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള ഇന്ന് 2ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ശാസ്ത്ര, ഗണിത, സാമൂഹ്യ, പ്രവൃത്തി, IT മേളകളിലായി 222 മത്സരങ്ങളിൽ പങ്കെടുക്കാനായി 101 സ്കൂളുകളിൽ നിന്നും 4212 വിദ്യാർത്ഥികളാണ് തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. സ്കൂളിൽ വലിയ സ്വീകരണം തന്നെയാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയതും. മികച്ച രീതിയിലാണ് ശാസ്ത്രമേള മുന്നോട്ട് പോകുന്നതെന്ന് മങ്കട AEO അമീറ പറഞ്ഞു. മങ്കട ഉപജില്ല ശാസ്ത്രമേളയുടെ വേദിയാണിത്. നമുക്ക് ഏകദേശം 4600ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്ര, അതുപോലെ സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകളാണ് നടക്കുന്നത്. IT മേളയുണ്ട്. അപ്പോൾ കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെ ഇതുപോലുള്ള മേളകൾ വളരെ സഹായകരമാണ്. വിദ്യാർത്ഥികളിലെ ശാസ്ത്രാഭിരുചികൾ വളർത്തിയെടുക്കാൻ ഇത്തരം ശാസ്ത്രമേളകൾ സഹായകരമാകുമെന്ന് പ്രിൻസിപ്പൽ S. അനൂപ് അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ മങ്കട ഉപജില്ല ശാസ്ത്രോത്സവത്തിന് ഞങ്ങളുടെ തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. 3 ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേള, ഈ 5 വിഭാഗത്തിലായിട്ടാണ് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരങ്ങൾ നടക്കുന്നത്. ഏകദേശം 4200ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 100ൽ പരം സ്കൂളുകളിൽ നിന്നായിട്ടാണ് കുട്ടികൾ വരുന്നത്. മത്സര രംഗത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും PTA എല്ലാം ഒപ്പമുണ്ട്. നമ്മളിതിനെ ഒരു ഉത്സവമായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഈ ഒരു മേള ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ റിട്ടയർ ചെയ്ത അധ്യാപകർ, പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, സ്റ്റാഫ്, മാനേജ്മെൻറ്റ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ സംഘാടക സമിതി എന്നുള്ള രീതിയിൽ സബ് കമ്മിറ്റികളൊക്കെ ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സുഗമമായ രീതിയിൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ഈ സ്ഥലപരിധിയൊക്കെ ആണെങ്കിലും ഒന്നിനൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് ഇന്ന് വരെ ഈ സെക്ഷൻ വരെ നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. സ്റ്റിൽ മോഡൽ, സിമ്പിൾ എക്സ്പെരിമെന്റ്, നമ്പർ ചാർട്ട്, സയൻസ് ചാർട്ട്, വർക്കിംഗ് മോഡൽ എന്നീ മത്സരങ്ങളിലെല്ലാം വളരെ ആവേശത്തോടെയാണ് ഓരോ വിദ്യാർത്ഥികളും പങ്കെടുത്തത്. കുരുന്നുകൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വരെ മനോഹരമായാണ് ഓരോ ശില്പങ്ങളും മറ്റും ഇതിനായി തയ്യാറാക്കിയതും. അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളാണ് പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് വേദിയായത്. ഗണിതശാസ്ത്രമേളയ്ക്ക് അമ്മിനിക്കാട് AMLP സ്കൂളും ആതിഥേയരായി. പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നതിനായി ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിനെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പ്രിൻസിപ്പൽ യൂസഫ് മാസ്റ്റർ പങ്കുവച്ചു. നമ്മുടെ പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ നിന്നും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 3100ഓളം കുട്ടികളാണ് ഈ 3 ദിവസങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ ഈ മത്സരത്തിന് വേണ്ടി വരുന്നത്. 1000ഓളം എക്സ്കോർട്ടിംഗ് സ്റ്റാഫ്, അതുപോലെ മറ്റ് ജഡ്ജസ് എല്ലാവരും ഉൾപ്പെടെ ഏകദേശം 4700 പേർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വിവിധ മേളകൾ സയൻസ്, സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, IT മേളകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും പ്രവർത്തിക്കാനുമായതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികളും. ഞാൻ മാത്സ് ഫെയർ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മത്സരം വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ സംഘാടകരും വളരെ നന്നായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളതും.
ഈ ജിയോജിബ്ര കൺസ്ട്രക്ഷൻ ഇവിടെ ഇക്കൊല്ലം പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് എല്ലാവരും ഞാൻ വന്നിട്ടുള്ളത്. ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും മത്സരം അവസാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നന്നായിട്ട് പോകും. വിദ്യാർത്ഥികളിലെ കഴിവുകളെ ഉദ്ഘോഷിപ്പിക്കാനും അവരെ മികച്ച ശാസ്ത്രജ്ഞന്മാരായി വളർത്തിയെടുക്കാനും സർവ്വതലങ്ങളിലും ഉന്നതിയിലെത്തിക്കാനും ഇത്തരം ശാസ്ത്രോത്സവങ്ങൾക്കാകും. ഇരു സബ് ജില്ലകളിലെയും ശാസ്ത്രമേളകൾക്ക് നാളെ സമാപനം കുറിക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.